എവിടെത്തി എല്ലാവരും നനച്ചുളി പണികളൊക്കെ കഴിഞ്ഞു തുടങ്ങിയോ? ഈ ഉപ്പാട് ഇളക്കണ നനച്ചുളി പണിക്കൊരു അവസാനമില്ല റബ്ബേ എന്ന് വിചാരിച്ചാതെ പിരാതെ ഈ കാലത്ത് നീറ്റ് വരുന്ന പെണ്ണുങ്ങൾ ഉണ്ടാവില്ല കേട്ടോ. കാരണം ഓരോ ദിവസം ആവും അത് കഴിഞ്ഞ് ആലോചിക്കുമ്പോൾ ആവും വേറൊരു സ്ഥലത്തേക്ക് നോക്കുമ്പോൾ അത് തൊട്ടിട്ടില്ലല്ലോ എല്ലാം ഒന്ന് നനക്കാഞ്ഞാലോ. പ്രത്യേകിച്ച് അമ്മായിമ്മമാരൊക്കെ വീട്ടിലുള്ളവരാകുമ്പോൾ ഒറ്റ വീട്ടുകാരാകുമ്പോൾ പിന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് എന്നൊക്കെയാണ് വിചാരിക്കും. പക്ഷെ അമ്മായിമ്മമാരൊക്കെ ഉള്ള വീടാകുമ്പോൾ അവിടെ ഞങ്ങളൊക്കെ അതിനൊന്നും അവിടെ അത്ര നന്നാക്കണ്ടേനി ഇത്ര നന്നാക്കണ്ടേനി നിങ്ങൾക്കിപ്പോൾ എത്ര പണി, ഞങ്ങൾക്ക് നെല്ല് കുത്തിയിട്ട് വേണ്ടീനി ചോറ് വെക്കാൻ, നിങ്ങൾക്കിപ്പോൾ അങ്ങനെ എന്തേ ഉണ്ടോ? പക്ഷെ അന്ന് നിങ്ങൾക്ക് നിലത്ത് മണ്ണും ചളിയല്ലേനിയോ, തുടക്കാനും അടിച്ചാനും ഇതേമാതിരി മോറാനൊന്നും ഇല്ലല്ലോ എന്നൊന്നും അവിടെ പറയാൻ പറ്റില്ല. എന്തായാലും എങ്ങനെ ആയാലും എടുത്തേ പറ്റുള്ളൂ. ഇനി ഞങ്ങൾ മനപ്പുറക്കാർ ഈ നോമ്പിനെ ഡീപ്പ് ആയിട്ട് വൃത്തിയായിട്ട് ക്ലീൻ ആക്കിയിട്ട് ചെയ്യണതിന് നനച്ചുള്ളി എന്നാണ് പറയുക. കഴിഞ്ഞ വീഡിയോയിൽ നനച്ചുള്ളി എന്താ നനക്കാതെയാണോ അല്ലാത്ത ദിവസം കുളിക്കൽ എന്നൊക്കെ ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് ഈ മറുപടി കേട്ടോ. അപ്പോൾ ഈ നനച്ചുള്ളി പണിയിൽ ഏറ്റവും വലിയ ഇതായിട്ട് തോന്നുക, ഭാരമായിട്ട് കൂടുതൽ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരേണ്ട ഒരു സംഭവമാണ് ബെഡ്റൂം ക്ലീനിങ്. പ്രത്യേകിച്ച് മക്കളുടെ ബെഡ്റൂം. എൻ്റെ മക്കളുടെ റൂമാണ്. കാരണം ഇവർ ബോർഡിൽ ഇങ്ങനെയൊക്കെ സ്റ്റഡി ടേബിൾ സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ കൊടുത്താലും ബോർഡിൽ ഇതിനേക്കാളും വലിയ ചുമരിലായത്. പ്രത്യേകിച്ച് എനിക്കൊരു അംഗനവാടി മാക്രിയുണ്ട്. പുള്ളി എങ്ങനെ വേണ്ടാന്ന് പറഞ്ഞാലും കാക്കമാരുടെ കളറും പെൻസിലൊക്കെ എടുത്തിട്ട് ചുമരിൽ എങ്ങനെ ആയാലും എഴുതും. അപ്പോൾ ഈ ചുമരൊക്കെ ഒന്ന് നല്ല എപ്പോഴും പെയിൻ്റ് അടിക്കാൻ പറ്റില്ലല്ലോ. പെയിൻറ്റിങ് ഒന്നും ചെയ്യാത്തന്നെ ചുമര് ക്ലീൻ ആക്കാനുള്ള, അതുപോലെ തന്നെ അവരുടെ റൂമിൽ അവരെപ്പോഴും ഐസ് അത് ഇതൊക്കെ ആക്കിയിട്ടുള്ള കറകൾ പാടുകളൊക്കെ നമ്മുടെ ഈ ടൈലിൽ നിന്ന് പോവാൻ അത്രയും പെട്ടെന്ന് ക്ലീൻ ആവാൻ അതിനൊക്കെ ഉള്ളൊരു ടിപ്പായിട്ടാണ് ഇന്നത്തെ വീഡിയോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ടത് കുറച്ച് അപ്പക്കാരം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വിചാരിക്കേണ്ട, ബേക്കിംഗ് സോഡ, കുറച്ച് സോപ്പ് പൊടി, പിന്നെ നമ്മൾ ഉജാല ഞാനിതൊരു പെപ്സിയുടെ ബോട്ടിലിന് എടുത്തിട്ടുണ്ട്. 8 തുള്ളി ഇതിലേക്ക് ഒഴിച്ചിട്ട് അതിൽ വെള്ളം നിറച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുള്ളൊരു പെപ്സിയുടെ ബോട്ടിൽ മുഴുവൻ എടുത്തിട്ടുണ്ട്. സോപ്പ് പൊടി അതുപോലെ കുറച്ചധികം എടുക്കുക. വിനിഗർ അതുപോലെ ഈ ഒരു 500 അര ലിറ്റർ എടുക്കുക. ഇത് 1 ലിറ്ററിൻ്റെ ഇതാണ്. അപ്പോൾ ഞാൻ അര ലിറ്റർ എടുത്തിട്ടുണ്ട്. ഇത് നമ്മളെന്ത് ചെയ്യുക, കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ബേക്കിംഗ് പൗഡർ സോഡ അതുപോലെ കുറച്ചധികം ഇടുക. ഒരു പത പോലെ ഉണ്ടാവും, അത് വിനിഗറിലേക്ക് ഇതൊഴിച്ചിട്ടാണ്. ഇനി ഇത് നമ്മളൊന്ന് നന്നായിട്ട് തിളപ്പിക്കേണ്ട, എന്നാലും കുറച്ചൊന്ന് തിളപ്പിക്കുക. എന്നിട്ട് ഒരു കുറച്ച് സമയം ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കുക. ഈ ഒരു സംഭവം കൊണ്ട് നമുക്ക് നമ്മളെ എത്ര അലങ്കോലമായി കിടക്കുന്ന ബെഡ്റൂം ആയാലും 10 മിനിറ്റ് കൊണ്ട് ക്ലീൻ ആക്കി എടുക്കാം. ചുമരിൽ കറകൾ ഇതൊക്കെ ഉള്ള പോലെ ചുമരിൽ പെയിൻറ്റ് ഇളക്കി പോരൊന്നുമില്ല ഈ ഒരു സംഭവം കൊണ്ട് ചെയ്താൽ. ഇനി അതുപോലെ തന്നെ ഉജാലുള്ളതുകൊണ്ട് കളറാകുമോ അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട. ഈ ആയുധങ്ങളൊക്കെ ഇവിടെ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു വെള്ളമുണ്ട്, ഈ ഒരു വെള്ളം മതി ഈ നിലം ക്ലീനാക്കാനും അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂം ക്ലീനാക്കാനും ചുമര് ക്ലീനാക്കാനും. 3-4 ഉപയോഗങ്ങൾ ഈ ഒറ്റ സൊല്യൂഷൻ കൊണ്ട് നടക്കും. വേറൊരു കാര്യം കൂടി നടക്കും, നമ്മുടെ കുട്ടികളുടെയൊക്കെ യൂണിഫോമിൽ അല്ലെങ്കിൽ വൈറ്റ് ഡ്രസ്സിലൊക്കെ എന്തെങ്കിലും കറയായിട്ടുണ്ടെങ്കിൽ അതും ഈ ഒരു സൊല്യൂഷൻ കുറച്ച് നേരം ഇതാക്കി വെച്ചാൽ റെഡിയാവും. നമ്മൾ കാറൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതെന്ത് ചെയ്യുക, ഒരു ഇളം ചൂടോടെ ആ വെള്ളത്തിൽ മുക്കുക. എന്നിട്ട് അപ്പോൾ ഒരുപാട് നമ്മൾ ചകിരി അതുപോലെ സ്പോഞ്ച് സ്പ്രെഡൊക്കെ എടുക്കുമ്പോൾ എന്ത് ചെയ്യും, ചുമരിൽ അടയാളം വരും. ഇതാകുമ്പോൾ വലിയ ഹാർഡായിട്ടുള്ളതല്ല, അതുകൊണ്ട് വലിയൊരു പ്രോബ്ലം വരില്ല ചുമരിന്. നമ്മളത് ഉരച്ചെടുക്കാനൊന്നും നിൽക്കണ്ട, ജസ്റ്റ് ആദ്യം ഒന്ന് സ്പ്രെഡ് ചെയ്തിടുക. ഞാൻ ആദ്യം അതൊന്ന് സ്പ്രെഡ് ചെയ്തിടുക, എന്നിട്ടാണ് ഇവിടെ അടിഭാഗം ക്ലീൻ ചെയ്യാനും. സ്റ്റഡി ടേബിളൊക്കെ ആകെ അലങ്കോലമായി കിടക്കുകയാണ്. SLC ആയതുകൊണ്ട് വരും, അതങ്ങോട്ട് എടുത്ത് വെക്കും, ഇത് ഇങ്ങോട്ട് എടുത്ത് വെക്കും. ട്യൂഷനൊരു ബുക്ക് വേറെ, നൈറ്റ് ക്യാമ്പ് ഉണ്ട് അതിന് വേറെ, സാധാ ക്ലാസ് ഉണ്ട് അതിന് വേറെ, പിന്നെ ഓനക്ക് മൂഡ് തോന്നുന്നു ഓൻ പഠിക്കുന്നുണ്ട് വേറെ. അപ്പോൾ ഇതിൽ ജനൽ പെട്ടെന്ന് മാറാലക്കോലിനേക്കാളും നല്ലത് നമ്മൾ ഈർക്കിൾ ചൂലുണ്ടെങ്കിൽ അത് ഇതുപോലെ 4 വീശിയാൽ അതിലുള്ള മാറാലകളൊക്കെ പെട്ടെന്ന് പോന്ന് കിട്ടും. ഇനി ഇതുപോലെ പല്ലിയുടെ കാട്ടം അതുപോലെ തന്നെ ഈ 8 കാലിൻ്റെ വലൊക്കെ ഉണ്ടാവും ഇതിൻ്റെ ഈ അരികു ഭാഗത്ത് കിടക്കുന്നത്. അത് പോകാൻ നമ്മൾ മാറാലക്കോലുകൊണ്ടൊന്നും എടുത്താൽ പെട്ടെന്ന് മാറില്ല. ഇങ്ങനെയുള്ള ചെറിയ ബ്രഷുകൾ എടുത്താൽ അത് പെട്ടെന്ന് പോകും. ഇപ്പോൾ പെയിൻ്റ് അടിക്കുന്ന ബ്രഷ് ആയാലും പെട്ടെന്ന് പോകും. ഈ ഒരു അരികു ഭാഗം പെട്ടെന്ന് ക്ലീനായി കിട്ടും. ഇനി തുടക്കാനാണെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒരിത്തിരി പെട്രോളോ മണ്ണെണ്ണയോ ഒഴിച്ചിട്ട്, അപ്പോൾ പെട്രോളാണത് കത്തുന്നൊക്കെ പറഞ്ഞവരുണ്ട്. അങ്ങനെ ഒരു പേടിയേ വേണ്ട, കാരണം നമ്മളത്
ഒരിത്തിരി ഒഴിച്ചിട്ട് അതിൻ്റെ 4 ഇരട്ടി വെള്ളം എടുത്തിട്ടാണ് ചെയ്യുക. പക്ഷെ ആ ഒരു ചെറിയ സ്മെല്ലുണ്ടായാൽ മതി. ഇതിൽ നിന്ന് പെട്ടെന്ന് കറകളും ചെളികളൊക്കെ പെട്ടെന്ന് പോയി കിട്ടും. ഇതപ്പോൾ ഉജാലയുടെ കളറൊന്നുമില്ല. ഇതാ കണ്ടോ, നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടാൽ മതി. ഇതുപോലെ വരഞ്ഞ അടയാളങ്ങളൊന്നും ഉണ്ടാവില്ല. ഇത് മോള് പേന കൊണ്ട് എഴുതിയിട്ടിട്ട മഷികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ പിടിച്ച് നിൽക്കുന്ന കറകൾ ഇവർ കൈ പിടിച്ച് എഴുന്നേൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട്. അതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, പെട്ടെന്ന് ക്ലീനായിട്ട് പോകുന്നുണ്ട്. സ്പ്രെഡ് ചെയ്തിട്ട് പോയതിന് ശേഷം പിന്നെ നല്ല വെള്ളത്തിൽ മുക്കിയിട്ട് ഒന്നും കൂടെ ഇങ്ങനെ തുടച്ചെടുത്താൽ ചുമരെല്ലാം നല്ല ക്ലീനായിട്ട് കിട്ടും. ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇത് പെയിൻറ്റ് അടിക്കാർ പറഞ്ഞു തന്നിട്ടുള്ള ഐഡിയ ആണ്. ഇങ്ങനെ ചെയ്താൽ അല്ലെങ്കിൽ നമ്മൾ പെയിൻറ്റ് ഇങ്ങനെ പൊളിഞ്ഞു പോരും. ഇങ്ങനെ ആകുമ്പോൾ പെയിൻറ്റ് പൊളിഞ്ഞു പോരില്ല, നല്ല നീറ്റായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ പറ്റണമല്ലൊക്കെ ട്രൈ ചെയ്യാം. ഇനി ആരും കമ്പി സ്ക്രബ്ബറൊക്കെ എടുത്ത് വരുത്തിയാണ്ട് വെറുതെ പെയിൻറ്റ് പോക്കാൻ നിൽക്കണ്ട. ഈ വീഡിയോയിൽ ഒരുവിധം ടിപ്സുകളൊക്കെ ഒരുവിധം പേരൊക്കെ ട്രൈ ചെയ്ത് നല്ല റിസൾട്ട് കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയാൽ അത് ഈ വീഡിയോയിൽ തന്നെ കമൻറ്റായിട്ട് പറയുക, ഞങ്ങൾ ട്രൈ ചെയ്ത് റിസൾട്ട് കിട്ടിയെന്നുള്ള കാര്യം. ഇനി കിട്ടിയിട്ടില്ലെങ്കിൽ അതും പറയുക. അപ്പോൾ നിങ്ങൾ വരുത്തുന്ന എന്തെങ്കിലും ഒരു പ്രോബ്ലം കൊണ്ടാവും അതിന് റിസൾട്ട് കിട്ടാത്തത്. ഇനി ഇതേ സൊല്യൂഷൻ ഈ ഒരു വെള്ളം നമ്മൾ ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ഇത് ബാക്കിയുള്ളത് നമുക്ക് ബാത്റൂമിലെ ക്ലോസറ്റിലേക്കും അതുപോലെ ബാത്റൂമിൻ്റെ ചുമര് ഭാഗത്തൊക്കെ ഇത് യൂസ് ചെയ്യാം. ബെഡ്റൂമിൻ്റെ എന്നല്ല, സ്റ്റോർ റൂമിൻ്റെയോ അതുപോലെ കിച്ചണിൻ്റെ എല്ലാം ടൈലിലൊക്കെ ഇതുപോലെ കറയായിട്ട് കിടക്കുന്നതിലൊക്കെ ഇത് സ്പ്രെഡ് ചെയ്തിട്ടാൽ പെട്ടെന്ന് റെഡിയായി കിട്ടും. നമ്മളെപ്പോഴും വൃത്തിയായിട്ട് കൊണ്ട് നടക്കേണ്ട ഒരു സ്ഥലമാണ്. നമ്മളെ മുസ്ഹഫ് വെക്കുന്ന സ്ഥലമാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കുന്നത് തന്നെയാണ്. എന്നാലും നമ്മൾ മുസ്ഹഫ് വെക്കാൻ വേറൊരു സ്ഥലം കാണുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം അത് മാറ്റിയായിട്ട് തന്നെ വെക്കുക. ഇത് നിസ്കാരപ്പായും അതുപോലെ മുസ്ഹഫും വെക്കാനായിട്ടുള്ളൊരു സ്ഥലമാണ്. ഞാനത് സെപ്പറേറ്റ് ആക്കിയിട്ട് വെച്ചതാണ്. കാരണം മക്കൾ പുസ്തകത്തിൻ്റെ കൂട്ടത്തിലേക്ക് വെക്കുമ്പോൾ നമ്മളൊന്നും ഇല്ലാതെ, ഇപ്പോൾ മോനും വലുതായി, ഒന്നും ഇല്ലാതെ പോലെ പുസ്തകം ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യത്തിന് തുറക്കേണ്ടി വന്നാൽ സ്റ്റഡി ടേബിളിലൊന്നും അത് വെക്കാൻ സമ്മതിക്കാറില്ല. അത് വേറെ സെപ്പറേറ്റ് ആയിട്ട് വെക്കാതിരുന്നാൽ നമ്മളൊന്നും ഇല്ലാക്കൊക്കെ തൊടുമ്പോൾ അത് നമുക്കും ബുദ്ധിമുട്ടാണ്. അറിയാതെ വെറുതെ ഓരോ തെറ്റിക്ക് പോകണ്ട വിചാരിക്കും. അപ്പോൾ അങ്ങനെ മുസ്ഹഫ് വെക്കുന്ന സ്ഥലമാണിത്. ഇത് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മുസ്ഹഫ് വെക്കുമ്പോഴും എല്ലാവരും ശ്രദ്ധിക്കുക. ചിലരൊക്കെ കാണാം ഏടിലും ആയത്തുകളുള്ളതല്ലേ എന്ന് പറഞ്ഞിട്ട് മുസ്ഹഫിൻ്റെ മുകളിൽ കൊണ്ടുവെക്കണം. അതൊന്നും ചെയ്യരുത്. ഏടുകളൊക്കെ അടിഭാഗത്ത് വെക്കുക. എന്നിട്ട് അതിൻ്റെ മുസ്ഹഫ് മുകളിൽ ഭാഗത്ത് വെക്കുക. ഈ മുസ്ഹഫിൻ്റെ ഉമ്മാൻ്റെ ഉമ്മ ഹജ്ജിന് പോയി വന്നപ്പോൾ എനിക്ക് സമ്മാനം തന്നതാണ്. അന്ന് മുതലേ എൻ്റെ കൂടെ ഉള്ളതാണ്. എൻ്റെ വല്യമ്മൻ്റെ അടുത്തുള്ള പോലെ തോന്നുകയാണ്. ആ ഒരു ഓർമ്മക്കെടുത്ത് വെച്ചതാണ്. അതിലാണ് ഞാൻ ഓതാറുള്ളത്. അടിഭാഗം സ്റ്റഡി ടേബിളാണ്. ഈ മോൾ ഭാഗം ഇങ്ങനെ ഒഴിഞ്ഞ് നിൽക്കുന്നത്. ഇതിവിടെ മക്കൾ നിസ്കരിക്കുന്ന മുസല്ലയും ഇതും കൂടിയായിട്ട് ഈ ഭാഗം ഇങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ജനൽ ക്ലീനിങ്ങും മുസ്ഹഫ് ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞു. ഇനി അത് കണ്ടോ, ഇതിൻ്റെ അടിഭാഗത്തൊക്കെ കറ പറ്റിക്കിടപ്പുണ്ട്. ഇത് കട്ടിൽ ഉണ്ടായിരുന്ന ഭാഗമാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും അങ്ങോട്ട് മഫ് എത്തൂല. അതുകൊണ്ടും അതുപോലെ തന്നെ ഇവരോരോ പേനൻ്റെ മഷികളും നടന്നിട്ട് അത് ഇതൊക്കെ ആക്കിയതൊക്കെ ഉണ്ട്. അപ്പോൾ ആ കറകളൊക്കെ ഇത് ആദ്യം ഒന്ന് നല്ല വെള്ളമായിട്ട് അതിൽ മുക്കിയിട്ടൊന്ന് തുടച്ചെടുക്കുക. അതിന് ശേഷം നല്ല വെള്ളത്തിലൊന്ന് തുടച്ചാൽ മതി. ഇതിൽ മുക്കിയിട്ട് നന്നായിട്ട് പിഴിയണ്ട, കുറച്ച് പിഴിഞ്ഞിട്ട് ആ വെള്ളത്തിൽ തന്നെ അങ്ങനെ തുടച്ചെടുക്കുക. ഒരുപാട് മുറുക്കി പിഴിയേണ്ട ആവശ്യമില്ല, വെള്ളത്തോടെ തന്നെ തുടച്ചെടുക്കുക. ഇത് താഴ് ഭാഗത്ത് നീല കളറാവും, അതുപോലെ ചുമര് ഭാഗത്ത് നീല കളറാവും എന്നുള്ള കൺഫ്യൂഷനൊന്നും വേണ്ട. അങ്ങനെ ഒന്നേ ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെ പണികളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ബെഡും ഇതൊക്കെ മാറ്റിയിട്ട് പിന്നെ ബെഡ്ഷീറ്റ് വിരിക്കുകയാണ്. ബെഡ്ഷീറ്റ് വിരിക്കുമ്പോൾ പെട്ടെന്ന് എപ്പോഴും നമുക്ക് ബെഡ്ഷീറ്റ് ഒരു തലവേദനയാണ്. ബെഡ്റൂമിൻ്റെ വൃത്തിയാണ് പോക്കുന്ന ഒരു സംഭവമാണ് ഈ ബെഡിൽ ബെഡ്ഷീറ്റ് കാണാത്തൊരു സംഭവം. ഇവിടെ ഇനിയിപ്പോൾ ബെഡ്ഷീറ്റ് ഇട്ടാൽ കുത്തിമറിയൽ ഫറലാണ്. അപ്പോൾ അത് ഈ ബെഡിൻ്റെ തലഭാഗത്ത്, ബെഡ്ഷീറ്റിൻ്റെ തലഭാഗത്ത് ഇങ്ങനെ ഒരു കെട്ട് വെച്ചിട്ട് ഉൾഭാഗത്തേക്ക് അടക്കി വെച്ചാൽ മക്കൾ എത്ര ചാടി കളിച്ചാലും നമ്മളെ ബെഡ്ഷീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആവില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ഇട്ട് തന്ന ഈ ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരമായിപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. കൂടെ നമ്മുടെ ഈ കുഞ്ഞു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ടേക്കാം. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനെയൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ നൈറ്റി മെറ്റീരിയൽസ് അവൈലബിൾ ആയിട്ടുണ്ട്. ഷാൾ നൈറ്റി ഉണ്ട്, 290 നൈറ്റി ഉണ്ട്, 320 പ്ലെയിൻ മെറ്റീരിയൽ എല്ലാം ഉണ്ട്. വേണ്ടവർ ഷോർട്സിലൊക്കെ നമ്പറുണ്ട്, അതിലേക്ക്
വാട്സപ്പ് മെസ്സേജ് അയക്കുക. കോൾ ചെയ്യണ്ട. കുറച്ച് സ്റ്റിച്ചിങ്ങിൻ്റെ മറ്റുമായിട്ട് കുറച്ച് തിരക്കുണ്ട് എന്ന് വെച്ചിട്ട് ബുദ്ധിമുട്ടായിട്ടല്ല. അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ ഫ്രീ പോലെ ഉത്തരം തരാം. സ്റ്റിച്ചിങ് വീഡിയോസ് ഇപ്പോൾ ഇടാനൊരു ടൈമില്ല, എന്നാലും എങ്ങനെയെങ്കിലുമൊക്കെ അതിൻ്റെ ഇടയിൽ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബെഡ്റൂം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇതുപോലെ ഇനിയും പെട്ടെന്ന് ക്ലീൻ ചെയ്യാനൊക്കെ ഉള്ള ടിപ്പാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും റമദാൻ മുബാറക്. അസ്സലാമു അലൈക്കും. എല്ലാവരെയും എന്നെയും കുടുംബത്തെയും ദുആയിൽ ഉൾപ്പെടുത്തുക ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.